നിങ്ങൾ ഈ ഐറ്റംസ് വാങ്ങുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ സർവീസ് സ്വീകരിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് GST കൊടുക്കേണ്ടതായിട്ടില്ല. ഹായ്, ഞാൻ മെൽവിൻ ജോസഫ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷനിലൂടെ ചില ഗുഡ്സും സർവീസും എക്സംപ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഗുഡ്സിനും സർവീസിനും GST ഇല്ല. നമുക്ക് ചില കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് എടുക്കാം. ഇപ്പൊ ഈ സ്ലൈഡിൽ കുറച്ച് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്. ഇതിനൊന്നും GST ബാധകമല്ല. ഇപ്പൊ ഹെൽത്ത് കെയർ സർവീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കോസ്മെറ്റിക് സർജറി ആണെങ്കിൽ അതിന് GST അപ്ലിക്കബിൾ ആവും. ഇനി നമുക്കിത് ബിസിനസ്സുകാരുടെ ആംഗിളിൽ നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. ചില ബിസിനസ്സുകാർക്ക് എത്ര ടേൺ ഓവർ ക്രോസ് ആയാലും GST എടുക്കേണ്ടതായിട്ട് വരില്ല. അതായത് 100% എക്സ്ക്ലൂസീവ്ലി എക്സംപ്റ്റ് സപ്ലൈസ് നടത്തുന്നവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ എക്സംപ്റ്റ് സപ്ലൈസിന്റെ കൂടെ നമ്മൾ ടാക്സബിൾ ഐറ്റംസ് കൂടി വിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടേൺ ഓവർ ക്രോസ് ആയി കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. എൻ്റെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന് ഒരു 10-20 ഏക്കർ കൃഷിഭൂമിയുണ്ട്. അവിടെ ആളുടെ മെയിൻ കൃഷി എന്ന് പറയുന്നത് നെൽകൃഷി ഉണ്ട്, അതുപോലെ തന്നെ തെങ്ങും അടക്കിയും പിന്നെ മറ്റ് ചില പച്ചക്കറികളുമാണ് ആൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ആൾക്ക് എങ്ങനെ പോയാലും ഒരു 50-60 ലക്ഷം രൂപ വരുമാനമുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചേട്ടന് GST രജിസ്ട്രേഷൻ വേണ്ടേ എന്ന്. ഇത് ഗവൺമെന്റ് GST ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എഗ്രികൾച്ചറിസ്റ്റിന് GST രജിസ്ട്രേഷൻ ബാധകമല്ല. ഇപ്പൊ തങ്കഞ്ചേട്ടൻ കൃഷി ചെയ്തിട്ട് ഈ സാധനങ്ങൾ വിൽക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് GST ചാർജ് ചെയ്യേണ്ടതായിട്ടില്ല, കാരണം എക്സംപ്റ്റ് ഗുഡ്സ് ആണ്. പക്ഷെ മിസ്റ്റർ തങ്കു ഈ സാധനങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് ഇപ്പൊ ചിപ്സോ അല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ അങ്ങനെയൊക്കെ ആയിട്ട് വിൽക്കുകയാണെങ്കിൽ അതിന് GST അപ്ലിക്കബിൾ ആവും. ആ ഐറ്റംസ് ടാക്സബിൾ ഗുഡ്സിൽ വരുന്നത് കൊണ്ട് തന്നെ തങ്കഞ്ചേട്ടൻ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് നോട്ടിഫിക്കേഷനിൽ വരുന്ന ചില ഐറ്റംസ് മാത്രമാണ്. ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് വളരെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വേണ്ടവർ വീഡിയോ ലൈക്ക് ചെയ്ത് വാട്സാപ്പിൽ ഒരു ഹായ് അയക്കുക.